ട്രംപ് വിജയിച്ചിരിക്കുകയാണ്. വളരെ വലിയ വിജയം. മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞതിലും ഉപരിയായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞു. നമ്മളുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പോലുള്ള മാധ്യമങ്ങൾ, CNN, MSNBC, NPR, ABS, ABC ന്യൂസ്, CBS കോർപ്പറേഷൻ, പിന്നെ അങ്ങനെയുള്ള അല്ലറ ചില്ലറച്ച കുറേയധികം വൻകിട മാധ്യമങ്ങൾ പറഞ്ഞു ട്രംപ് തോൽക്കും. ഒരു 3-4 പോയിന്റ്. കഴിഞ്ഞ 6 മാസം ഇവരിത് തന്നെയാണ് പറഞ്ഞത്, ട്രംപ് തോൽക്കും എന്ന്. ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. പക്ഷെ ഈ മാധ്യമങ്ങളെക്കാളും ഒക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും അഭിമാനവും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാനലാണ് മീഡിയ വൺ. മലയാളം നമ്മുടെ മാതൃഭാഷയിലുള്ള മീഡിയ വൺ ചാനലിൻ്റെ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ആ ഒരു ചാനൽ കാണുമ്പോൾ വളരെ അധികമായിട്ടുള്ളൊരു ഉന്മേഷം എനിക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു പ്രോഗ്രാം കാണുമ്പോൾ വികാരഭരിതമായി പോകുന്ന അവസ്ഥകളാണ് നമുക്കുണ്ടാകുന്നത്. അജിംസും ദാവൂദും ഇടയ്ക്ക് പ്രമോദ് രാമനും പിന്നെ അവർ 2-3 ആൾക്കാർ ഇരുന്നിട്ട് ലോകത്തിൻ്റെ വിധി നിർണയം നടത്താണ്. അപ്പം ഞാൻ ഇന്നലെ കണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ട്രംപിൻ്റെ ജയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഹോദരങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യാണ്. അപ്പം നമ്മുടെ ദാവൂദ് സഹോദരൻ, നമ്മുടെ എല്ലാം മുത്ത്, നമ്മളെല്ലാം സ്നേഹിക്കുന്ന മീഡിയ വണ്ണിലെ മുത്തായ ദാവൂദ് സഹോദരൻ പറയാണ് ട്രംപ് ഒരു വൈറ്റ് സുപ്രീമസിസ്റ്റ് ആണെന്ന്. ട്രംപ് ഒരു വൈറ്റ് സുപ്രീമസിസ്റ്റ്, വെള്ളക്കാരനായ തൻ്റെടി ആണെന്നാണ് ദാവൂദ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സത്യമാണ് ദാവൂദേ, ട്രംപ് ഒരു വെള്ളക്കാരനായ ഒരു വർഗീയവാദി അതല്ലെങ്കിൽ വിദ്വേഷമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ദാവൂദിനോട് ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. എനിക്ക് ഈ ഒരു അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുന്നു കൊണ്ട് ട്രംപിനെ വിമർശിക്കാം, ട്രംപിനെ കുറ്റം പറയാം. അത് വളരെ മ്ലേച്ഛമായ രീതിയിലും പറയാം, നല്ല രീതിയിലും വിമർശിക്കാം. ആരും എന്നെ ഒന്നും ചെയ്യില്ല. അതിനെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം എന്ന് പറയും. ഫ്രീഡം ഓഫ് സ്പീച്ച്, പിന്നെ ഫ്രീഡം ഓഫ് പ്രസ് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ദാവൂദിനെ പോലെയുള്ളവർക്ക് ടണലിനുള്ളിൽ ഒളിച്ചിരിക്കാതെ കോഴിക്കോട് ഇരുന്ന് പറയുന്ന നുണകളൊക്കെ ഇരുന്ന് പറയാൻ പറ്റുന്നത്. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്നെ പോലെയോ അഥവാ ദാവൂദ് എന്ന സുഡാപ്പിയോ അതുമല്ലെങ്കിൽ വേറെ ഏതു ക്രിസ്ത്യാനിയോ ഹൈന്ദവനോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ എന്ന് നോക്കാതെ ഈ രാജ്യത്ത് വന്നാൽ തുല്യത എന്നൊരു കാര്യമുണ്ട്. അമേരിക്കൻ പാസ്പോർട്ട് തരും ഇവിടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ. കണ്ട 1400 വർഷം മുമ്പുള്ള കാട്ടറബികളുടെ നാടല്ല ഇത്. ഇവിടെയും യൂറോപ്പിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്കാരമുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ അവർ നമ്മളെ തുല്യരായിട്ട് കണക്കാക്കും. കണ്ട കാട്ടറബികളുടെ നാട്ടിൽ നമ്മളെ മലയാളി സഹോദരങ്ങളെ അടക്കി താമസിപ്പിച്ചേനിട്ട് വടിമ വേല ചെയ്യിപ്പിക്കുന്നതല്ല ദാവൂദ് ഇവിടുത്തെ ഇത്. ഇനിയിപ്പോൾ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ പോയിട്ട് ട്രംപെ നമ്മൾ നാട്ടിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. വെള്ളക്കാരാ ട്രംപെ, നീ സൂക്ഷിച്ചോടാ ട്രംപെ, നീ എന്നും വിളിക്കാം. നിനക്ക് ഇത് പോയിട്ട് സൗദി അറേബ്യയിലെ സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാനെ പറ്റി പറയാൻ പറ്റുമോ? ഖത്തറിൽ പോയിട്ട് തമീമിനെ പറ്റി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കുവൈറ്റിൽ പോയിട്ട് അൽ സബാനെ പറ്റി പറയാൻ പറ്റുമോ? അതുമല്ലെങ്കിൽ ബഹ്റിനിൽ പോയിട്ട് അവിടുത്തെ രാജാവിനെ പറയാൻ പറ്റുമോ? അതുമല്ലെങ്കിൽ UAE പറയാൻ പറ്റുമോ? പറ്റില്ല. അടിമത്താണ്. പ്രത്യേകിച്ച് മറ്റു സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ അടിമത്വമാണ്. അവിടെ ചെന്ന് കാട്ടറബി പറയണത് കേൾക്കണം. ആ കാട്ടറബിയുടെ തുപ്പുകൊണ്ട കുറേ മലയാളി സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിൽ അന്നത്തിന് വേണ്ടിയിട്ട് പെണ്ണിന്റെ കെട്ടുതാലി വെച്ചും ഭൂമി പണയം വെച്ചും 2-3 സെന്റും വെച്ച് അറബിയുടെ നാട്ടിൽ ഗതികേട് കൊണ്ട് പോയി അധ്വാനിച്ച് അവന് പാസ്പോർട്ട് കിട്ടോ?
അവിടെ പോയ അവന് ഒരു നല്ലൊരു ജീവിത സൗകര്യം കിട്ടോ? ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ 6 ആളാണ് ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ കൊടുത്ത് താമസിപ്പിച്ചായിട്ട് ഈ മരുഭൂമിയിൽ 45 ഡിഗ്രി സെൽഷ്യസിലും 50 ഡിഗ്രി സെൽഷ്യസിലും കഴിയുന്ന ദാവൂദേ. അവരെ പറ്റി നീ ഒരു വാക്കുമിണ്ടോ? മിണ്ടില്ല ദാവൂദേ, നീ മിണ്ടില്ല. കാരണം നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. നീ അങ്ങനെ പറയാനായിട്ട് ജനാധിപത്യമെന്നും സംസ്കാരമെന്നും തുല്യത എന്നും പറയാനായിട്ട് നീ വളരണ നിമിഷം വാ, നമുക്ക് സംസാരിക്കാൻ വരുന്നിട്ട്. നീ വരില്ല, നിന്റെ പ്രമോദരാമനും വരില്ല. ഞാൻ വികാരം കൊണ്ട് പറയല്ല ദാവൂദേ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു വെള്ളക്കാരനായ ട്രംപിനെ തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ മണ്ണിലുണ്ട്. അത് ഇവിടുത്തെ ഭരണഘടനയും ജനാധിപത്യവും അനുവദിച്ചു തരുന്ന അതാണ് ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്നത്. കണ്ട കാട്ടറബികളുടെ 1400 വർഷം മുമ്പുള്ള സുഡാപ്പി നയമല്ല ഇവിടെ. ഈ മണ്ണായിട്ട് കിടക്കുന്ന ഇതല്ല ഇവിടെ വികസനവും ഇതും വരുന്നത്. ജനാധിപത്യവും ജനങ്ങളുടെ ആധിപത്യം ഉള്ളതുകൊണ്ടാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നിനക്ക് ഇവിടെ പാസ്പോർട്ട് കിട്ടും, ഇവിടെ അധ്വാനിച്ച പണം കിട്ടും. അടിമകളെ പോലെ ജീവിക്കേണ്ട ഗതികേടില്ല ദാവൂദേ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ എന്നും ഞാൻ വളരെ സൗമ്യമായിട്ടും വളരെ ജനകീയമായിട്ടും ജനാധിപത്യത്തെക്കുറിച്ചും ജനങ്ങളുടെ തുല്യതയെക്കുറിച്ചൊക്കെയാണ് നീയും അജിംസും പ്രമോദരാമനും ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു കാര്യം പറയാൻ പറ്റുമോ? സൗദി അറേബ്യയിൽ ഹൈന്ദവ ക്ഷേത്രം വരണം, സൗദി അറേബ്യയിൽ ക്രൈസ്തവ ദേവാലയം വരണം, തുല്യതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കില്ല നിങ്ങ എന്നിട്ട് ട്രംപിനെ വൈറ്റ് സുപ്രീമസിസ്റ്റ് എന്ന് പറയാം. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അദ്ദേഹം വൈറ്റ് സുപ്രീമസിസ്റ്റ് എന്നുള്ളൊരു ചിന്ത എനിക്കുമുണ്ട്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ച് രാജഭരണമൊന്നുമല്ല ഇവിടെ മനുഷ്യരും ജനങ്ങളും വോട്ടിംഗ് അവകാശവുമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യം കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന ഇത്ര നാള് നിങ്ങളൊക്കെ ഈ ഷിയ ഇറാൻ അയത്തുള്ള ഖമേനിനെയും മറ്റേ അലി ഖമേനിനെയൊക്കെ കുറിച്ച് ഘോരം പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം ഇപ്പം മിണ്ടുന്നില്ല ദാവൂദേ. അദ്ദേഹത്തിന്റെ നാവടങ്ങിപ്പോയി. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പോലും ഇപ്പം മിണ്ടുന്നില്ല. പാവം 85 വയസ്സായ പടുവൃദ്ധൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, അയ്യോ കൊല്ലരുതേ എന്നും പറഞ്ഞ നെത്തന്യാഹുവിനോടും മോഡിയോടും ട്രംപിനോടൊക്കെ യാചിച്ചുകൊണ്ടിരിക്കുക. ഇത്ര നേരം നാളെ അമേരിക്കയ്ക്ക് ഡെത്ത് ടു അമേരിക്ക കൊല്ലുന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആള് കാണാതായി. അതേപോലെ തന്നെ ഈ സൗദി രാജാക്കന്മാരുടെയും കാര്യം നിങ്ങളോടും പറഞ്ഞു തരട്ടെ. സൗദി രാജാക്കന്മാരുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. മതം വേണോ കസേര വേണോ? അവരെന്താ തിരഞ്ഞെടുത്തതെന്ന് പറയട്ടെ. മതം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കസേര വലുത്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരിയും കൂടി മാറ്റം വരുത്താം. അതാണ് ഈ കാണുന്ന ഗോൾഡൻ വിസയും. അങ്ങനെ പയ്യെ അവർ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. 1400 വർഷത്തെ മുമ്പത്തെ കാട്ടുറബി ജീവിതം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി. ആ മതത്തെ അവർ തള്ളിപ്പറഞ്ഞ് കസേര മതി എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു. ആ മാറ്റമാണ് ഇന്ന് അറബ് നാടുകളിൽ കാണുന്നതും അവിടെ യുദ്ധങ്ങളില്ലാത്തതും അവരിന്നും പിടിച്ചു നിൽക്കുന്നതും. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കസേര മതി, അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ശക്തി മതി. കാരണം അവർക്കറിയാം വേറെ സുരക്ഷിതമായിട്ട് അവരുടെ കസേരയെ അവർക്ക് വലുതെന്നുള്ളത്. ഇന്ന് ലോകത്ത് വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അറബ് നാട്ടിൽ അവരുടെ ഇടയിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റമാണ് നമ്മൾ ലോകം മുഴുവനും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദാവൂദിനോടും പ്രമോദരാമനോടും അജിംസിനോടും പറയുന്നത്, ജനാധിപത്യം ലോകത്തിൻ്റെ എല്ലായിടത്തും വരണം. മറ്റു മതങ്ങളെയും അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈന്ദവ ക്ഷേത്രവും ഒരു ക്രൈസ്തവ പള്ളിയും സൗദി അറേബ്യയിൽ വരണമെന്ന് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് ഒന്ന് പറയാൻ സാധിക്കുമോ? പറയില്ല. ഞാൻ എഴുതി ഉറപ്പിട്ട് തരണം അങ്ങനെയൊക്കെ വരണമെന്ന് നിങ്ങൾ പറയുന്ന ദിവസം കേരളം മതേതര കേരളമായി മാറും. കേരളം ജനാധിപത്യം വിജയിച്ചു എന്ന് നമ്മളിരുന്ന് പറയും. അത്രത്തോളം കാലം കേരളത്തിലെ പറ്റിച്ച് പ്രബുദ്ധരാണെന്നും പറഞ്ഞ് മലയാളീനെ പറ്റിച്ചു കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പരിപാടികളുമായിട്ട് നിങ്ങൾക്ക് നടക്കാം.